ബാലൻ, അതാണ് ബാലശബ്ദം. ഇത് നിങ്ങൾ എഴുതിയാണോ? ജാതമാത്രൻ, ജാതമാത്രൻ. ഇത് പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ആഹാരം കൊടുക്കാനും അവന് മരുന്ന് കൊടുക്കാനും അളവ് അറിയാനാണ്. ഉണ്ടായ കൊച്ച് 15 ദിവസം വരെ പ്രായമുള്ള ആളാണ് ജാതമാത്രൻ. ജനിച്ചോളൂ 15 ദിവസത്തെ അവധി. അവൻ്റെ പേരെന്നാ? ജാതമാത്രൻ. എത്ര വയസ്സ് പ്രായം? 15 ദിവസം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും വരുമ്പോൾ നമ്മൾ മരുന്നുകളുടെ ഡോസ് നിശ്ചയിക്കാനാണ്. ജാതമാത്രന് എന്ത് മരുന്ന് കൊടുക്കണം. അടുത്തത് പക്ഷാതീതൻ. അപ്പം അതൊന്ന് വിഗ്രഹിച്ച് അപ്പം അതൊന്ന് അർത്ഥം പിരിച്ചു പറഞ്ഞ് അതിജീവിച്ചവൻ പക്ഷാതീതൻ. ആ ഒരു പക്ഷം എന്ന് വെച്ചാൽ ഒരു മാസം പ്രായമുള്ളവർ. അടുത്തത് അതിപക്ഷാതീതൻ. അതിപക്ഷതി കുഴപ്പമില്ല. 2 മാസം പ്രായമുള്ളവർ. അടുത്തത് ത്രൈമാസികൻ. അപ്പം അതൊന്ന് വിഗ്രഹിച്ച് ത്രൈമാസികൻ. 3 മാസം പ്രായമുള്ളവർ. അടുത്തത് പക്ഷവർഷൻ. 6 മാസം പ്രായമുള്ളവർ. 12 മാസമല്ലേ ഒരു വർഷം? വർഷം പകുതി മാസം. അടുത്തത് ത്രയാബ്ദൻ. 1 വർഷം തികഞ്ഞവൻ, 1 വയസ്സായിരുന്നു. അടുത്തത് പഞ്ചവർഷൻ. 5 വയസ്സുള്ളവർ, 5 വർഷക്കാരൻ. അടുത്തത് അഷ്ടപ്രായൻ. 8 വയസ്സുള്ളവൻ. ദശപ്രായൻ. 10 വയസ്സുള്ളവൻ. പന്തീരാണ്ടൻ. 12 വയസ്സുള്ളവൻ. 12 വയസ്സ് വരെ ആണ് നമ്മൾ ബാലശബ്ദം. ബാലന്മാർക്കുള്ള മരുന്ന്, ബാലനുള്ള അവസ്ഥയിൽ മരുന്ന് കൊടുക്കണം. ഇതെന്തിനാണ് ഇത് നമ്മൾ കുറിച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസമായവന് ഒരു ഡോസുണ്ട്, ഔഷധങ്ങളുടെ ഡോസ്. അതെങ്ങനെ കൊടുക്കണം അതാണ് നമ്മൾ അടുത്ത് എഴുതാൻ പറയുന്നത്. വളരെ പ്രാധാന്യമുള്ളതാണ്. ശ്രദ്ധിക്കുക. ഒരു കൊച്ചിനെ ഒന്നുണ്ടായ കൊച്ചിന് ഒരു കഷായം കൊടുക്കാൻ എഴുതി തന്നാൽ എന്ത് ഡോസ കൊടുക്കണമെന്ന് എങ്ങനെ കൊടുക്കണമെന്ന് അറിയില്ല. അല്ലാണ്ട് ചുമ്മാ നമ്മൾ കൊടുക്കും പോലെ കൊടുത്താൽ മതിയാവും, കൊടുത്താൽ പോരാ. അപ്പോൾ 15 ദിവസം പ്രായമുള്ള കുഞ്ഞിന് മരുന്നുകൾ കൊടുക്കുമ്പോൾ എത്ര അളവ് കൊടുക്കണം? ഇതുണ്ടായവന് 7 തുള്ളി മരുന്ന്, 7 തുള്ളി മുലപ്പാലിൽ ചേർത്ത് കൊടുക്കും. ഖരാവസ്ഥയിലുള്ള ഇതാ കൊടുക്കുന്നെങ്കിൽ
ഒരു ഉലുവയുടെ ഖരാവസ്ഥയിലുള്ള മരുന്നാണെങ്കിലും മുലപ്പാലിനോട് ചേർത്ത് ഗുളിക കൊടുക്കുക. ഗുളിക കൊടുക്കുകയാണെങ്കിൽ ഒരു ഉലുവ തൂക്കാം. ഒരു ഉലുവ എന്തുണ്ട്, ആ ഉലുവ തൂക്കം മുലപ്പാലിനോട് ചേർത്ത് യാതമാത്രന് മുലപ്പാലില്ലാണ്ട് ഒരു ഔഷധങ്ങൾ കൊടുക്കാൻ പാടില്ല. അത് പ്രത്യേക ചെയ്യും. മുലപ്പാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം കൊടുക്കാൻ. ഡൈലൂട്ട് ചെയ്ത് യോഗഭാഗി ആക്കി വേണം കൊടുക്കാൻ. അപ്പൊ ദ്രാവകാവസ്ഥ പറഞ്ഞു, ഖരാവസ്ഥ പറഞ്ഞു. ഇനി തൈലം കൊടുക്കുകയാണെങ്കിൽ 3 തുള്ളി തൈലം ചൂടാക്കിയ പശുവിൻ പാലിലോ മുലപ്പാലിലോ ചേർത്ത് കൊടുക്കാം. ഞാനതൊരു സംശയം ഉണ്ടാവും. കുഞ്ഞിനിപ്പോൾ ആദ്യം ആഹാരം കൊടുക്കുന്നില്ലോ, മുലപ്പാൽ മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പം ആഹാരത്തിൻ്റെ ക്രമം പറയണ്ടല്ലോ. 15 ദിവസം പ്രായമുള്ളവന് ദ്രാവകാവസ്ഥയിൽ, ഖരാവസ്ഥയിൽ, തൈലാവസ്ഥയിൽ, ഈ 3 അവസ്ഥയിലാണ് മത്സ്യം കൊടുക്കുന്നത്. തൈലങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ ഏറ്റവും പരമ ഡോസുകളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡോസ് കുറച്ചും കൊടുക്കാം, ഡോസ് കൂടാനാണ് പാടില്ലാത്ത. അപ്പം ഖരാവസ്ഥയിലുള്ളത് പറഞ്ഞു, ദ്രാവകാവസ്ഥയിലുള്ളത് പറഞ്ഞു, തൈലാവസ്ഥയിലുള്ളതും പറഞ്ഞു. അത് ബോധപ്പെട്ടാവും. അടുത്തത് 1 മാസം പ്രായമുള്ളവർ തൈലങ്ങൾ അത് അവൻ്റെ ബോഡിക്ക് വിഹിതമായിട്ടുള്ളത് പറ്റാം. അതിന് പ്രത്യേക അളവൊന്നുമില്ല. ഇപ്പോൾ വലിയ കുഞ്ഞാണെങ്കിൽ ഇച്ചിരി അളവ് കൂട്ടിയെടുക്കുക. കുഞ്ഞാണെങ്കിൽ തലയിൽ വയ്ക്കാനുള്ള എണ്ണയും തലയിൽ എങ്ങനെ വെക്കണം എന്നൊക്കെ ബാലചികിത്സയിൽ വരും. ഇപ്പം നമ്മൾ ഈ ഓരോ മാസക്കാരൻ്റെ അളവാണ് നിശ്ചയിക്കണം. അപ്പോൾ നമ്മളൊരു കുഞ്ഞിന് എന്ത് അളവ് കൊടുക്കണം തീരുമാനിക്കണമല്ലോ. അടുത്തത് 1 മാസം പ്രായമുള്ള കുഞ്ഞിന് എന്തളവ് കൊടുക്കാം. ഖരാവസ്ഥയിലുള്ളതാണ് എങ്കിൽ 3 ഉലുവ വണ്ണം കൊടുക്കാം. ദ്രാവകാവസ്ഥയിലുള്ളതാണെങ്കിൽ 6 തുള്ളി കൊടുക്കാം. തൈലാവസ്ഥയിലുള്ളതാണെങ്കിൽ 3 തുള്ളി കൊടുക്കാം. അടുത്ത 2 മാസം പ്രായമുള്ളതിന് 12 തുള്ളി ദ്രാവകം കൊടുക്കാം. മൂന്ന് ഉലുവ അളവിൽ അരം കൊടുക്കാം. നാല് തുള്ളി തൈലം കൊടുക്കാം. ത്രൈമാസികൻ 3 മാസം പ്രായമുള്ളവന് മോളിൽ പറഞ്ഞ ഖരാവസ്ഥയിൽ നിന്ന് ഓരോ ഖരാവസ്ഥകളെ കൂട്ടി കൊടുക്കാം. 1 വീതം കൂട്ടാം. ഇപ്പം എത്രയാ പറഞ്ഞേ? മോളിൽ പറഞ്ഞത് 2 മാസത്തിന് എത്ര ഖരം കൊടുക്കാം? ആ, അപ്പോൾ അതിനകത്ത് ഒരെണ്ണം കൂടുമ്പോൾ എത്രയായി എഴുതും. പിന്നെ ദ്രാവകാവസ്ഥയിലുള്ളത് അതിന് 1 തുള്ളിയോടെ കൂട്ടി കൊടുക്കാം. തൈലം ആ അളവിൽ തന്നെ കൊടുക്കാവുള്ളൂ. തൈലം കൂട്ടാൻ പാടില്ല.
തൈലം ഒരു തുള്ളി വർദ്ധിപ്പിക്കാം. അടുത്തത് 1 വർഷമായോ? 6 മാസം. ഒരു വയസ്സായവന് 21 തുള്ളി ദ്രാവകാസം കൊടുക്കാം. ഹൈ ഡോസുകളാട്ടെ പറയണേ. 6 ഉലുവയുടെ വലിപ്പത്തില് ഖരവസ്തുക്കൾ കൊടുക്കാം. അഞ്ച് തുള്ളി തൈലം കൊടുക്കാം. ശരിയോ? പിന്നെ ഇനി അഞ്ചാമത്തെ വയസ്സുകാരന് 5-ാമത്തെ വയസ്സിന് 1-ാമത്തെ വയസ്സിൻ്റെ ഒരിരട്ടി മരുന്ന് കൊടുക്കാം. 1 വയസ്സിന് കൊടുത്തവൻ്റെ ഇരട്ടി മരുന്ന് കൊടുക്കാം. ഖരാവസ്ഥ അത് തന്നെ കൊടുക്കാവൂ. 1 വർഷം കൊടുത്തവന് ഖരാവസ്ഥ അത് തന്നെ കൊടുക്കാവൂ. അതിന് 5-ാം വയസ്സുകാരന് വേറൊരു വ്യത്യാസമുണ്ട്. അവന് ചൂടുവെള്ളത്തിലോ പാലിലോ കഷായ രസമായിട്ടോ കൊടുക്കാം. അഞ്ച് വയസ്സായവന് മുലപ്പാൽ സപ്പോർട്ട് വേണ്ട. ബാക്കി 6 മാസം വരെ ഉള്ളതിന് 1 വയസ്സ് വരെയൊക്കെ ഉള്ളതിന് മുലപ്പാൽ സപ്പോർട്ട് മതി. ഇത് തനി കഷായ രസങ്ങളും തനി ഔഷധങ്ങളും കൊടുക്കാം 5-ാം വയസ്സ് മുതൽ. പിന്നെ 8 വർഷം പ്രായമുള്ളവന് അങ്ങനെ 1 ഔൺസ് സാധാ കഷായം കൊടുക്കാം. 1 ഔൺസ് താഴെ 1 ഔൺസിന് 25 ml 25 ml വേണ്ട, 20 ml കൊടുക്കാം. രണ്ട് പയറളവിൽ 2 കുതിർന്ന പയർ അളവിൽ കരവസ്തു കൊടുക്കാം. തൈലം 10 തുള്ളി കൊടുക്കാം. ക്ഷീരവല പോലത്തെ ആവർത്തിച്ച തൈലങ്ങളൊക്കെ 10 തുള്ളി കൊടുക്കാം. ദശപ്രായന് 1 ഔൺസ് കഷായം കൊടുക്കാം. കഷായം എന്ന് വെച്ചാൽ ദ്രാവകാവസ്ഥ. 3 പയറളവിൽ കരവസ്തു കൊടുക്കാം. ലേഹ്യം പോലെയുള്ള വസ്തുക്കളൊക്കെ 1/2 സ്പൂൺ വീതം കൊടുക്കാം. അടുത്തത് 10 വർഷമായവന് 1 ഔൺസ് വീതം കഷായം കൊടുക്കാം. 12 അല്ലേ? 10 അല്ലേ? 10 തന്നെ 12. 1 ഔൺസ് വീതം 25 ml കഷായം കൊടുക്കാം. കരവസ്തു 5 പയറളവിലെ കരവസ്തു കൊടുക്കാം. ഔഷധങ്ങൾ അരച്ചുരുട്ടിയതാണ് ഈ പറയണേ കരവസ്തു എന്ന് പറയുന്നത്. ലേഹ്യമാണെങ്കിൽ 1/2 സ്പൂൺ വീതം കൊടുക്കാം. തൈലമാണെങ്കിൽ 10 തുള്ളി കൊടുക്കാം. ലേഹ്യമാണെങ്കിൽ 3/4 സ്പൂൺ കൊടുക്കാം. അതിന് സപ്പോർട്ട് വേണ്ട. അനുപാനങ്ങൾ കൊടുക്കാം. അനുപാനം എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം, കഞ്ഞിവെള്ളം, ജീരകവെള്ളം ഒക്കെയാണ് അനുപാനങ്ങൾ. ഇതാണ് ഒരു സാമാന്യ അളവ് ക്രമം. ഈ അളവ് ക്രമം നമുക്ക് ചില സന്ദർഭങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. അത് വൈദ്യൻ്റെ ഉചിതം പോലെ സ്വല്പോടെ അളവ് കൂട്ടി കൊടുക്കാം.
ചിലപ്പോൾ അളവ് കുറയ്ക്കാം. അതൊക്കെ വൈദ്യൻ്റെ ഡോസും മരുന്നിൻ്റെ ഡോസും ഒക്കെ ചെയ്യാം. ഹൈ ഡോസ് മെഡിസിനാണെങ്കിൽ അളവ് വേണമെങ്കിൽ ചിലപ്പം കുറയ്ക്കാം. ആ കഞ്ഞിവെള്ളം, ജീരകവെള്ളം, ജീരകവെള്ളം, മല്ലിവെള്ളം അതുപോലെ എന്തെങ്കിലും പാലിന് കൊടുക്കാം. പാൽ അനുപാനം കൊടുക്കാം. ബാലന്മാരുടെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞു. അവർക്ക് കൊടുക്കാവുന്ന ഡോസിൻ്റെ ഒരവസ്ഥകൾ പറഞ്ഞു തന്നു. അത് ഉചിതം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. പിന്നെ ഇനി ബാലചികിത്സയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് പൊതുവായിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിനുള്ള ഉത്തരം പറയാം. ബാലചികിത്സ വിട്ട് ചോദിക്കാനുണ്ടോ? ഡോക്ടർ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാം. അതിലേക്ക് ആയില്ല, അതൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു കേസാണ്. അൽഷിമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം പൂർത്തിയായി അവൻ്റെ ശരീരകോശങ്ങൾ നശിക്കാൻ തുടങ്ങി. ന്യൂറോണുകൾ, തലച്ചോറിലുള്ള ന്യൂറോണുകൾ നശിക്കുകയാണ്, ഓർമ്മകൾ പോവുകയാണ്. അത് ഇപ്പോൾ പറയാറായില്ല. വരാതിരിക്കാനുള്ള മാർഗമാണ് അത് പറഞ്ഞു. അത് പക്ഷേ ഞാൻ പറഞ്ഞാൽ അൽഷിമേഴ്സ് വരാതിരിക്കാനായിട്ട് ത്രഫല ചൂർണം തേനിൽ കഴിക്കുക. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പഠിക്കാനുണ്ട്. അതൊരു ചെറിയ ഭാഗത്തിലല്ല, ഒരു 5 ക്ലാസ്സാണ്. അൽഷിമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ക്ലിയർ ചെയ്തില്ല, നിസ്സാര കേസല്ല. ഏറ്റവും നമ്മുടെ ഉത്തമാംഗത, നമ്മുടെ ഏറ്റവും വലിയ അവയവത, അതിന് വരുന്നൊരു കംപ്ലൈൻറ്റാണ്. നിങ്ങൾ ചോദിക്കാൻ സകലമായ ഉത്തരങ്ങളും ഞാൻ പറഞ്ഞു തരാം. പക്ഷെ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ടത് 1ാം ക്ലാസ്സിൽ പഠിക്കണം, 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ടത് 10ാം ക്ലാസ്സിൽ പഠിക്കണം. അപ്പുറം വ്യത്യാസം. നിങ്ങളൊരു 10ാം ക്ലാസ് ലെവലിൽ ചോദിച്ചേക്കാം. കുറച്ചുകൂടെ ക്ലാസ് വന്ന് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് മറ്റത് അറിയേണ്ടത്. ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് ഒരാൾക്ക് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കൊടുക്കാനായിട്ട് കൊണ്ടോ വരും. അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെ തിരിച്ചറിയും? അറ്റാക്കാണോ ഗ്യാസാണോ അവന് വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ഡോക്ടറിന് പറഞ്ഞതൊക്കെ നിങ്ങൾ നാടി നോക്കി പറയും. ആ ഡോക്ടർ പറയും കൊള്ളാം. അമ്മ പറയും കയ്യിലേക്ക് വരുന്നുണ്ട്. ഏത് കയ്യിലേക്ക് വരും? കഴിക്കാൻ അവന് വേദനയാണോ മരയിപ്പാണോ അവനെ സ്വാധീനം കുറവാണോ കുഴപ്പമില്ല. ബേസിക്കായിട്ട് അതല്ല നമുക്കറിയേണ്ടത്. ഒന്ന് ആത്മഭയമുണ്ടോ? ആത്മാവ് ഭയക്കാൻ കൊടുക്കുക. ഗ്യാസ് ഒന്നും ആത്മാവ് ഭയക്കില്ല. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവാണ്. ഈ ആത്മാവിനൊരു ഭയം വരും. നിങ്ങൾ ആർക്ക് എപ്പോഴെങ്കിലും ആത്മഭയം വന്നിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് മരിക്കാൻ ശ്രമിച്ചു പോയാൽ ആത്മഭയം വന്നിട്ടുണ്ട്. ആത്മഭയം ഉണ്ടാവുന്നതിന് വലിയൊരു അവസ്ഥയാണ്. ഈ ഹാർട്ടിനാണ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം. അവൻ ഭയങ്കരമായിട്ട് അവൻ്റെ ആത്മാവ് വെപ്രാളം. അയ്യോ ഞാൻ ഇവിടുന്ന് പോവുകയാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വന്നിരിക്കുന്നത്. ആത്മഭയം 1, അതാണ് ആത്മഭയം. 2, ഇങ്ങനെ നേരെ ആയിരിക്കും അസുഖം ഉണ്ടാവും. ചങ്കിൻ്റെ നേരെ നമ്മുടെ അന്നനാളമില്ലേ, അന്നനാളത്തിൽ നിന്ന് താഴെ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. കണ്ണിൻ്റെ മധ്യഭാഗത്ത്, ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയല്ല, മധ്യഭാഗത്ത് ഫീലിംഗ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവൻ ആശുപത്രി കൊണ്ടുപോകും. അല്ലെങ്കിൽ അവന് വേണ്ടതായ കാര്യങ്ങൾ കിട്ടും. കരളിരിക്കുന്ന ഭാഗത്തേക്ക് മാറിയാണെങ്കിൽ സൈഡിലേക്ക് അവരുള്ളത് ഗ്യാസാണ്. കരളിൻ്റെ എന്തെങ്കിലും പ്രവർത്തനം കൊണ്ടോ ഫാറ്റി ലിവർ ഉള്ളവനോ അല്ലെങ്കിൽ ആഹാരം ദഹിക്കാനിട്ടോ അല്ലെങ്കിൽ വയറിൽ ഏതെങ്കിലും നീർക്കെട്ട് വന്നിട്ടോ അല്ലെങ്കിൽ പനി വന്നിട്ടോ ഒക്കെ ഉണ്ടാകുന്ന വിഷമങ്ങളൊക്കെ സൈഡിലാണ് അധികം പ്രശ്നം തോന്നണമെങ്കിൽ പേടിക്കാനില്ല. അവനെന്തെങ്കിലും വായുമോദകം മരുന്ന് കൊടുക്കുമോ, അവന് ഇഞ്ചി ഇടിച്ചു വീണ് കൊടുക്കുമോ, അവന് വായുവിലെ കൊടുക്കുമോ, അവന് ദഹിക്കാനുള്ള മരുന്ന് കൊടുക്കുമോ, അവന് ചൂട് വയ്ക്കുമോ, നമുക്ക് എന്തെങ്കിലും സൗകര്യങ്ങളോ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്യാം. മറ്റവന് ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾ കാര്യം അവനൊക്കെ ആശുപത്രി കൊണ്ട് ഈ മോഡൽ ചികിത്സ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിടെ ചികിത്സ ചെയ്യാം. നമുക്കിടെ ചികിത്സ ചെയ്യുവാണെങ്കിൽ
കസ്തൂരി കൈവശം വേണം, വെരുകുമ്പുഴു കൈവശം വേണം, ദശമൂലം കൈവശം വേണം, യോഗ മഹാ ഗുളികളൊക്കെ കയ്യിൽ വേണം. അങ്ങനെയുള്ളതിനെ ചെയ്യാവുള്ളൂ. ആ ഈ പാർക്കിൻസൺസിന്റെ പ്രിഫല പോലെ ഹാർട്ട് അറ്റാക്കിന് എന്തെങ്കിലും പ്രിക്കോഷൻസ് ആയിട്ട് എന്തെങ്കിലും? ഹാർട്ട് അറ്റാക്കിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വായു സംബന്ധമായിട്ടും ഹാർട്ട് അറ്റാക്ക് 5 ജാതിക്കാൻ ഉണ്ടാകണം. അന്നേരം ഇപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്കിലേക്ക് പോയാൽ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തതെങ്കിൽ ഞാൻ പറഞ്ഞു. ഹാർട്ടിന് നമ്മൾ ബേസിക്കായിട്ട് ഇപ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ആത്മഭയം ഉണ്ടാകും. അവൻ വെപ്രാളം പറയും, പേടിക്കും, എന്നെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ ഭയങ്കര പ്രശ്നത്തിൽ വരാൻ പോകുകയാണെന്ന് എൻ്റെ ആത്മാവ് അവനെ പ്രകോപനം ഉണ്ടാക്കിയിട്ട് ആത്മാവിൻ്റെ സ്വരം അവൻ്റെ ഉള്ളിലേക്ക് വരും. ഒന്ന്, അവൻ്റെ വെപ്രാളം, അവൻ്റെ രീതി, അവൻ്റെ ആത്മാവ് പേടിച്ചു എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒരുതിനെ പേടിച്ച് വരച്ചിരിക്കണവനെ കാണുമ്പോൾ നമുക്കറിയാലോ. അതുപോലെ ആത്മഭയം ഉണ്ടാകും. 2, നേരുവർമ്മത്തിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഹാർട്ടിൻ്റെ ആംബ്ലനാട്ടിൽ നേരുവർമ്മത്തിനാണ് ഉണ്ടാകുന്നത്. സൈഡിലേക്ക് മാറിയ വയറ് വീർത്ത് വരുമൊന്നുമല്ല ചെയ്യുന്നത്. ദഹന സംബന്ധം എല്ലാവർക്കും എനിക്ക് ദഹന സംബന്ധമായെന്നുള്ളതെന്ന് എൻ്റെ വീടിൻ്റെ തൊട്ട് വശത്ത് എൻ്റെ ഒപ്പം പ്രായമുള്ള ഷാജി എന്ന് പറഞ്ഞൊരു പയ്യൻ ഈ അടുത്ത ദിവസം ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചു. മരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇറച്ചിയും കപ്പയും കൂടെ നിന്നിട്ടാണ് കിടന്നത്. ഇറച്ചിയും കപ്പയും കൂടെ കിടന്നത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വയറ്റുവേദനയും ഗ്യാസും അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഭാര്യയെ മാത്രമേ വീട്ടിൽ, 2 ആൺപിള്ളേരും വിദേശത്താണ്. എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ കേൾക്കാം. എൻ്റെ വാതിൽ തുറന്ന് അവൻ്റെ വാതിലേക്ക് കാണാം. ഒരു റോഡിൻ്റെ അപ്പുറത്താണെന്നുണ്ട്. അപ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. ഭാര്യ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചില്ല. എന്നെ വിളിക്കാതെ പുള്ളി പോയി എന്തോ കഴിച്ചിട്ട് പോയി കിടന്നു. ഭാര്യ തെറ്റുകൊണ്ടിരിക്കുന്നു. വിഷമമുണ്ടായി. കഴിഞ്ഞ് പോയി കിടന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു എന്നെ വിളിക്കാം. അന്നേരം പുള്ളി എന്നെ വിളിച്ചില്ല. അതായത് പറഞ്ഞില്ല, അവനെ വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എന്തോ കഴിച്ചിട്ട് കിടന്നിട്ട് പിന്നെ ഭാര്യ തൈലെല്ലാം കഴിഞ്ഞ് കിടക്കാൻ ചെന്ന് മേത്ത് കൊടുക്കുമ്പോൾ പുള്ളിക്കാരി മനസ്സിലായി. ആൾ വിളിച്ചു. അപ്പോൾ തന്നെ നമ്മൾ വിളിച്ചു. ഞാൻ വിളിച്ചിരുന്നു. ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോയി ചെന്നപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഇയാൾക്കോ ഒരു ചെറിയൊരു ബോധം ഉണ്ടാകും. ആ ബോധം പോലും ഇല്ലാത്തതുകൊണ്ടാണ് ആ മരണം സംഭവിക്കുന്നത്. എനിക്ക് ഉണ്ടാകുന്ന വേദന ഏത് ഭാഗത്താണ്, എൻ്റെ ആത്മഭയം വർദ്ധിച്ചിട്ടുണ്ടോ, എൻ്റെ ഭാഗത്ത് നിന്നാണ് തിരിച്ചറിഞ്ഞാൽ അപ്പോൾ തന്നെ അവനൊരു എൻ്റെ വീട്ടിലും വണ്ടിയുണ്ട്, അവരുടെ വീട്ടിലും വണ്ടിയുണ്ട്, കൂട്ടുകാർക്ക് എല്ലാവർക്കും വണ്ടിയുണ്ടോ എന്ന് വിളിച്ചാൽ അപ്പോൾ തന്നെ 5 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്ന ഷർട്ടിനാണ് ഡോക്ടർ അതൊന്ന് തിരിച്ചറിയലൊരു വലിയ കാര്യമാണ്. അറ്റാക്കിൻ്റെ പ്രശ്നമാണോ, ഗ്യാസിൻ്റെ പ്രശ്നമാണോ, മറ്റ് നീർക്കെട്ടിൻ്റെ പ്രശ്നമാണോ, മറ്റ് കാര്യങ്ങളാണോ, നീർക്കെട്ടിൽ നിന്ന് വീണാണോ എന്ന് തിരിച്ചറിയൽ ഒരു വലിയ കാര്യമാണ്. 2 ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെന്ന് വെച്ചാൽ ആയുർവേദത്തിൻ്റെ രീതിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണതിന് 1 ജീരകവെള്ളം കൊടുക്കാം. പിന്നെ 2 കൈയും മേലോട്ട് പൊക്കി കുടയാം. അങ്ങനെ ഇരുത്തിയിട്ട് 2 കൈ മേലോട്ട് പോകും. എന്നിട്ട് ഇങ്ങനെ വൈബ്രേഷൻ ചെയ്യും. പിന്നെ ശക്തമായ വായുവിളി കൊടുക്കാം. ആരും കയ്യിൽ വായുവിളി, നല്ല വായുവിളിയില്ല, നല്ല വായുവിളിയെ കസ്തൂരി, ഗോരോചന, അണ്ടിവെണ്ണ, കർപ്പൂരമൊക്കെ ചേർക്കണം. അത് ചേർത്തിട്ടാണ് വായുവിളിക്ക് വെള്ളം കൊടുക്കുന്നത്. നല്ല വായുവിളി വേണമെങ്കിൽ 3 കൊടുക്കാം. ജീരകവെള്ളത്തിൽ കൊടുക്കാം, മല്ലി വെള്ളത്തിൽ കൊടുക്കാം, ചൂടുവെള്ളത്തിൽ കൊടുക്കാം. നല്ല വായുവിളിക മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണേക്കാൾ ഫലം ചെയ്യും. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണേക്കാൾ ഫലം ചെയ്യും. കിട്ടാനില്ലാണ്ട് എന്ത് ചെയ്യും? ഉണ്ടാക്കണം, ഉണ്ടാക്കി അരിച്ചുണ്ടാക്കണം. പെരുകുമ്പുഴു എന്ന് കേട്ടിട്ടുണ്ടോ? പെരുകുമ്പുഴു ഉപയോഗിക്കുന്നതിന് ഒരിക്കലും ഒരു ബ്ലോക്കും വരില്ല. എന്തോരം വലിയ ബ്ലോക്കും പെരുകുമ്പുഴു കൊണ്ട് പോകും. പെരുകുമ്പുഴുക്ക് അല്ലെങ്കിൽ പെരുമ്പുഴു എന്ന് പറയും. പുഴുവല്ല, നടക്കാൻ പുഴുവല്ല. അതിൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി അതിൻ്റെ പീരീഡ് സമയത്ത് അതിൻ്റെ ഒരു ഗ്രന്ഥിയിൽ നിന്നും വരുന്ന ഒരു സ്രവമാണ് പെരുകുമ്പുഴു. പെരീനെ കണ്ടിട്ടുണ്ടോ? മരപ്പട്ടീനെ കണ്ടിട്ടുള്ളൂ. മരപ്പട്ടിയുടെ അനിയനാണ് പെരുക്. അത്രയും നീളം കാണും. അതിൻ്റെ ഡിസൈന് വ്യത്യാസം കാണും. ഇത് പണ്ടൊക്കെ സുഗന്ധദ്രവ്യമായിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ 4 സൈസ് വരികളാണുള്ളത്.
ഒന്ന് മലവെരുക്, ഒന്ന് വാടവെരുക്, ഒന്ന് മലബാറി, ഒന്ന് പെരുവരുക്. അങ്ങനെ വലിയ ജാതി. അവർക്ക് അതിൻ്റെ 3 പേർക്കാണ് ഈ ഗ്രന്ഥി ഉള്ളത്. മരപ്പെട്ടിക്കൊന്നും ഗ്രന്ഥിയില്ല. പെരുവർഗത്തിൽപ്പെട്ടാണ് മരപ്പെട്ടി. അത് വലിയ ദിവ്യ ഔഷധമാണ്. ബ്ലോക്ക് മാറും. തലച്ചോറിനകത്തുള്ള ബ്ലോക്ക് മാറും. ബ്രെയിൻ സ്റ്റോക്ക് വന്നേക്കണവന് ഒറിജിനൽ 21 വായുവിളി കൊടുത്താൽ മതി, അവൻ്റെ സ്റ്റോക്ക് മാറും. 21 വായുവിളിക്ക് മാറും. മറ്റൊരു തല തല്ലി കുളിച്ച് 2.5 വർഷം ചികിത്സിക്കണം. നമുക്കടെ ഒറിജിനൽ വായുവിളിയെ കൊണ്ട് തലച്ചോറിനകത്തുള്ള ബ്ലോക്ക് മാറും. ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറും. പക്ഷെ ഞാൻ പറഞ്ഞ സാധനങ്ങൾ ചെയ്യാം. 21 വായുഗുളിക എന്ന് പറയുമ്പോൾ 21 വായുഗുളിക കാലത്ത് മിന്നൽ വായുഗുളിക ആയിരിക്കണം. അയാളെ വായുഗുളി കൊടുക്കാൻ പറഞ്ഞു വായുഗുളി കൊടുത്തോണ്ടിരുന്ന തല്ലി പിടിക്കും. വായുഗുളിക്കകത്ത് മെയിനായിട്ട് ചേർക്കണില്ലാത്ത സാധനത്തിൻ്റെ പേര് പറയാം. അകമ്പ, കസ്തൂരി, ഗോരോചന, കണ്ടിവെണ്ണ, പച്ചക്കർപ്പൂരം, ഈ സാധനങ്ങളൊന്നുമില്ല. ഇതൊക്കെ ചേർന്നതാണ് വായുഗുളിക. തിമംഗലത്തിൻ്റെ മല, ഛർദ്ദിച്ച മലമാണ് അകമ്പം. പിന്നെ കുഞ്ഞ് ആന തൂർണ്ണമാണ് കണ്ടിവെണ്ണ. ഗോരോചന എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ രക്തരസമാണ്. പെരുകുമ്പുഴു എന്ന് പറയുന്നത് പെരുക് എന്ന ജീവിയുടെ അതിൻ്റെ ഇണയെ ആകർഷിക്കാനൊരു ആർത്തവരസമാണ്. പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ നിന്ന് എടുക്കുകയാണ്. പിന്നെ അതിനകത്ത് കാട്ടുജീരകം, ജീരകം, കരിഞ്ജീരകം, പെരുംജീരകം, 7 ജീരകം ചേർന്നുള്ള വായുഗുളിക വരെയുണ്ട്. 7 സൈസ് ജീരകം ചേർന്നു. ഈ കണ്ടീഷനായിട്ട് മരുന്നുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അറ്റാക്ക് മാറും. 100% ഉറപ്പാണ്. മെഡിസിൻ ഇല്ലാതെ വായുഗുളിക എഴുതി നക്കിയ, പഞ്ചസാര എന്ന് എഴുതി നക്കിയ മതിരിക്കും. പഞ്ചസാര തന്നെ നക്കണം. ബാലചികിത്സയിലേക്ക് പ്രവേശിക്കാം. ബാലചികിത്സയുടെ പ്രായം ഞാൻ പറഞ്ഞു തന്നു. പിന്നെ പ്രായത്തിന് വേണ്ടതായ ഡോസുകളെ കുറിച്ചൊരു ധാരണ തന്നു. അടുത്തത് സാമാന്യ ചികിത്സ, ബാലന്മാർക്കുള്ള സാമാന്യ ചികിത്സ. ഇൻഡോറിൽ വേണം ചെയ്യാം. സമയം എഴുതും. ബ്രഹ്മി നീരിലരച്ചുള്ള കടുക്ക ഗുളസംയുക്തം ബാലന്മാർക്കു കൊളുത്തിയിടിൽ മലബന്ധമകന്നിൽ ഒന്നോടെ വായിക്കാം. ബ്രഹ്മിനീരിലരച്ചുള്ള കടുക്ക ഗുളസംയുക്തം ബാലന്മാർക്കു കൊടുത്തിയും മലബന്ധമകന്നിൽ. അർത്ഥം മനസ്സിലായോ? എന്നാന്ന് പറഞ്ഞേ. ബ്രഹ്മിനീര്, ബ്രഹ്മി കഴുകി വൃത്തിയാക്കിയെടുത്ത് അത് ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് കടുക്ക ശുദ്ധിയാക്കിയെടുത്ത്. കടുക്ക ശുദ്ധിയാക്കിയെടുത്തെന്ന് ഞാൻ കടുക്കയുടെ പുറത്തോടെ എടുക്കാവുള്ളൂ, ഉള്ളിലെ കുരു എടുക്കാൻ പാടില്ല. അതാണ് ശുദ്ധിയാക്കുക എന്ന് പറയുന്നത്. നമ്മൾ മാങ്ങ തിന്നാൻ പറഞ്ഞാൽ മാങ്ങ അവിടെ നിന്ന് തരുന്നത്, മാങ്ങയുടെ ഉള്ളിലുള്ള ഭാഗം തിന്നാനുണ്ടോ? ഇല്ല. അപ്പോൾ കടുക്കയുടെ പുറം ഭാഗമാണ്. ഗുളസംയുക്തം. ഗുളം എന്ന് വെച്ചാൽ എന്താ? ഗുളം, കല്യാണ ഗുളം. ഗുളം എന്ന് വെച്ചാൽ ശർക്കര. ശർക്കര ചേർത്ത് ബാലന്മാർക്ക് കൊടുത്താൽ അതിൻ്റെ മലം നന്നായിട്ട് ഇളകി പോകും. അപ്പോൾ കുറച്ച് ബ്രഹ്മിനീരെടുക്കുക. ആ ബ്രഹ്മിനീരിനകത്തേക്ക് സ്വല്പം കടുക്ക പൊടിച്ചത് ഇടുക.
പിന്നെ സ്വല്പം ശർക്കരകൾ ചേർക്കുക. എന്നിട്ടത് മിക്സാക്കി ഗുളിക പോലെയാക്കി അല്ലെങ്കിൽ ക്രീം പോലെ ആക്കുക. ആ ക്രീം പോലെ ആക്കിയിട്ട് ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ലയിപ്പിച്ച് കുഞ്ഞിന് കൊടുക്കുക. കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ വയറ്റിലെ നീർക്കെട്ട്, വയറ്റിലെ കൃമി, മലതടസ്സം, വയറ്റുവേദന, കഫത്തിൻ്റെ കൂടുതൽ ഇതൊക്കെ മാറി കണ്ടീഷനായിട്ട് വരും. കൃമി ഉള്ളതുകൊണ്ട് രക്തം ശുദ്ധിയാകും. അപ്പോൾ സാമാന്യ ചികിത്സയിൽ ബേസിക്കായിട്ട് നമ്മൾ വയറിളക്കുക എന്നുള്ളതാണ്. അടുത്തത് മലബന്ധത്തിന് വേറൊന്നും. ആ വെളുത്താവണക്കിൻ്റെ വേരൽപ്പം മുലപ്പാലിലരച്ചത് കടുക്കപ്പൊടിയും കൂട്ടി കൊടുക്കാം ശോധന വന്നിടും. അതും വയറിളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് എന്നാ ചെയ്യണ്ടേ? വെളുത്ത ആവണക്ക് വേര് അരച്ചെടുക്കണം. മുലപ്പാലാണ് ഉപയോഗിക്കേണ്ടത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ആദ്യം പറഞ്ഞ കടുക്കയുടെ പൊടി സ്വല്പം എടുക്കാം. അത് കൂട്ടി കൊടുത്താലും വയറ് നന്നായിട്ട് ഇളകി വയറിനകത്തുള്ള വേദന, ശീത സ്വഭാവങ്ങൾ ഇതൊക്കെ മാറി ക്ലിയറാവും. അപ്പം 2 കൂട്ടം വയറിളകി പോകും. അടുത്തത് മൂത്രത്തിനടവ് വന്നിയിൽ മൂത്രം പോകാതെ വന്നാൽ ഞെരിഞ്ഞൽ കഷായം കൊടുത്തിയിൽ മൂത്രത്തിൻ്റെ അടവ് മാറിടും. മൂത്രം കുറച്ച് ബോഡിയിലാണെങ്കിൽ ബോഡിയിലാക്കി ചിലപ്പോൾ ഞെരിഞ്ഞെടുക്കുക, എഴുതുക, തളിക്കുക, കഷായം ഉണ്ടാക്കുക. ഒരു 1/2 സ്പൂൺ കഷായം ഓരോ പ്രായത്തിനനുസരിച്ച് ഡോസ് വർദ്ധിപ്പിച്ചു കൊടുക്കുക. ആദ്യം മലതടസ്സം പറഞ്ഞു, മൂത്രതടസ്സം വന്നു. അടുത്തെന്താ? മുലയുണ്ണാതെ കരഞ്ഞീടിൽ തിപ്പിലിയും ചുക്കും കഷായം വെച്ചു മുലപ്പാല് കൊടുത്തിട്ട് മുലയും വൃത്തിയായും കുഞ്ഞ് പാല് കുടിക്കില്ലെങ്കിൽ തിപ്പിലിയും കിട്ടുന്ന കഷായം വെച്ച് മുലപ്പാല് പ്രായം കുറവാണെങ്കിൽ മുലപ്പാല് ചേർത്ത് കൊടുക്കണം. ഇല്ലാത്തവന് തന്നെ കൊടുത്താൽ അവൻ ആവശ്യത്തിന് മുലയുണ്ണും. എന്നുവെച്ചാൽ വിശപ്പുണ്ടാവുക. അടുത്തതൊന്നോടെ കുഞ്ഞിനെ പലരായി എടുത്തിട്ടു ദേഹപീഡ സംഭവിക്കലും വായുകോപമുണ്ടാകിലും മൂന്ന് പ്ലാവില നെട്ടും അത്ര തന്നെ
ജീരകവും കഷായം ചമച്ചു കൊടുത്തിയിടിൽ ദേഹാസ്വസത്യന്മാരിടും. മനസ്സിലായോ? നമ്മളൊരു കൊച്ചുണ്ടായി, അത് അച്ഛനെടുത്തു, അമ്മയെടുത്തു, കൂട്ടുകാരെടുത്തു, അങ്ങോട്ട് കിടത്തി ഇങ്ങോട്ട് കിടത്തി മറിച്ചു തിരിച്ചു, പിന്നെ ഫോട്ടോയിൽ നമ്മൾ എടുത്തു പിടിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ അതിന് വായുകോപം ഉണ്ടാവും, ദേഹത്തിന് പീഡയുണ്ടാവും. ഇങ്ങനെ പീഡയുണ്ടായി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പഴുത്ത പ്ലാവല ഇല വൃത്തിയാക്കി അതിൻ്റെ ഞെട്ട് മാത്രം എടുത്ത് അത് എഴുതിയേക്കണേ, ഞാൻ പറഞ്ഞത് എഴുതിയേക്കണം. വായിച്ച് പറഞ്ഞൊന്ന് വായിച്ച്. കുഞ്ഞിനെ പലരായി എടുത്ത് ദേഹം പീഡ സംഭവിച്ചാൽ വായുകോണമുണ്ടായ 3 പാവിലെ ഞെട്ട് അത്ര തന്നെ ജീരകവും കഷായം കൊടുത്തിടും ദേഹസ്വസ്ഥമാണ്. കൊച്ചിനെ പലരായിട്ട് എടുത്തു. കൊച്ചിന് മേലുവേദന ഉണ്ടാകാതിരിക്കും, പനി വേദനയായിരിക്കും. പഴുത്ത പ്ലാവല പ്രത്യേകമാണ്. വരിക്കപ്ലാവിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടെ ഗുണം കൊടുക്കും. സൂക്ഷ്മമായിട്ട് അതിനെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാവയിൽ നിൽക്കുമ്പോൾ ഒരു ഗുണം, ആകാശത്ത് വെച്ച് പിടിച്ചാൽ വേറെ ഗുണം, നിലത്ത് വെച്ച് വീഴാനുള്ള ഒരു ഗുണം, കരിയിലേക്ക് വേറെ ഗുണം. പ്ലാവലഞ്ഞെട്ടിൻ്റെ ഗുണേ പറയണേ. ഒരു പ്ലാവലഞ്ഞെട്ട് അടന്ന് വീഴുന്നതിന് മുമ്പ് ആ പ്ലാവലയിൽ പോയി നമ്മൾ പറിച്ചെടുക്കുക. ആ പറിച്ചെടുക്കുന്നതിന് വേറെ ഗുണം, അത് പോന വഴിക്കാതെ അവിടെ നിന്ന് വിട്ടു പോന്നിട്ട് ആകാശത്ത് വെച്ച് പിടിക്കുക, നിലത്ത് വീഴരുത്. ഒരു തുണി അതിൻ്റെ അടിയിൽ കെട്ടിക്കഴിഞ്ഞിട്ട് ആ തുണിയിൽ വന്ന് വീണ പ്ലാവല പറിച്ചെടുക്കുക. അതിന് വേറെ ഗുണം. നിലത്ത് വീണാൽ വേറെ ഗുണം, കരിയിലായാൽ വേറെ ഗുണം. അത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് ആയുർവേദം ഓരോ ഔഷധങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പറിച്ചെടുക്കുന്നത് പച്ചപ്ലാവിലേക്ക് വേറെ ഗുണം, പഴുത്ത പ്ലാവിലേക്ക് വേറെ ഗുണം, പറിച്ചെടുക്കുന്നതിന് വേറെ ഗുണം, ആകാശത്ത് വെച്ച് പിടിക്കുന്നതിന് വേറെ ഗുണം, നിലത്ത് വീണതിന് വേറെ ഗുണം, നിലത്ത് വീണ് പഴുകിയതിന് വേറെ ഗുണം. എല്ലാത്തിനും ഗുണവ്യത്യാസമുണ്ട്. അത്ര സൂക്ഷ്മമായ അന്വേഷണം ഔഷധങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമുക്കുണ്ടെന്ന് അർത്ഥം. പിന്നെ സാമാന്യമായി വായുദോഷം, ദൃഷ്ടിദോഷം, ദേശകാലദോഷങ്ങളും വരാതിരിക്കാനുള്ള മാർഗം. കൊച്ചിനെ കണ്ട് അയ്യോ കൊച്ചു നല്ല നന്നായാലിരിക്കണേ, നിന്നെ പോലെ ആയാലും ഇരിക്കണേ, വെളുത്താലിരിക്കണേ, അതിന് നല്ല മുടിയുണ്ടല്ലോ, അങ്ങനെ അഭിപ്രായം പറയിക്കരുത്. ആ കൊച്ചുണ്ടായി കൊച്ചിന് നല്ല നിറച്ച മുടിയില്ല, ആ കൊച്ചു നല്ല വെളുത്താട്ടോ, അവളെ മറ്റവളെ പോലെ ഇരിക്കണ, അമ്മായിയമ്മനെ പോലെ ഇരിക്കണ, അവനെ അപ്പനെ പോലെ ഇരിക്കണ, അങ്ങനെ പല അഭിപ്രായങ്ങളും ഇല്ലേ, പറയില്ലേ? അതൊരു ദോഷമായിട്ട് തോന്നി. നാവുദോഷം, ദൃഷ്ടിദോഷം, കാലാവസ്ഥ ദോഷങ്ങളൊക്കെ. ഈ ദോഷങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ഔഷധം. വെളുത്ത ചന്ദനം എന്നല്ല, ചുമന്ന ചന്ദനവും. ജീരകം ശിവനോട് അപേക്ഷിക്കണം, ഭഗവാനെ എൻ്റെ കുലം നിലനിൽക്കാനും പുത്രനുണ്ടാവാൻ, ഐശ്വര്യമുള്ളവനുണ്ടാവാൻ, സൗന്ദര്യമുള്ളവനുണ്ടാവാൻ, ആരോഗ്യമുള്ളവനുണ്ടാവാൻ, സത്യബോധമുള്ളവൻ, നീതിബോധമുള്ളവൻ, അങ്ങനെ പുത്രന് എന്തെല്ലാം ഗുണങ്ങളാണോ വേണ്ടത് ആ ഗുണങ്ങളൊക്കെ ശിവനോട് പ്രാർത്ഥിക്കണം. ശിവനോട് പ്രാർത്ഥിച്ച് പുരുഷൻ സ്വീകരിക്കണം. വിഷ്ണുവിനോട് പ്രാർത്ഥിച്ച് സ്ത്രീ നേടണം. ഇത് രണ്ടും കൂടെ ക്ലിയർ ചെയ്ത് വീരനായ പുത്രന്മാരുണ്ടാവും. ക്രിസ്ത്യാനിയെ പ്രാർത്ഥിക്കണമെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ഉള്ളത് ചെയ്താൽ മതി. മുസ്ലിമാണെന്ന് കൊടുക്കണമെങ്കിൽ മുസ്ലിമിൻ്റെ രീതി അനുസരിച്ച് പ്രാർത്ഥിച്ചാൽ മതി. സ്ത്രീയും പുരുഷനും പ്രാർത്ഥിക്കണം. സ്ത്രീയും പുരുഷനും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പവറുണ്ടാവും. ബ്രാഹ്മണരുടെ ഇടയ്ക്ക് ഒരു സ്ത്രീ ഒരു പുരുഷൻ അച്ഛനാവാൻ തുടങ്ങുകയാണെങ്കിൽ അതിന് അണ്ടശുദ്ധീകരണം മൂലം പ്രാർത്ഥനയുണ്ട്.
ഞാനൊരു അച്ഛനാവാൻ തീരുമാനിച്ചു. അച്ഛനാവാൻ തീരുമാനിച്ചെങ്കിൽ തന്നെ എൻ്റെ ഭക്ഷണം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ പ്രവൃത്തി എല്ലാത്തിനെയും ക്രമപ്പെടുത്തിയിട്ടുണ്ട് ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട്. നമ്മൾക്ക് കേരളീയത്വമില്ല, പക്ഷേ തമിഴ്നാട്ടിലെ ശാന്തി മുഹൂർത്തം എന്ന് ഒരു മുഹൂർത്തമാണ്. നമുക്കാർക്കെങ്കിലും ശാന്തി മുഹൂർത്തമുണ്ടോ? എത്ര വലിയ ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ആയുർവേദം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും ശാന്തി മുഹൂർത്തം ഇല്ല. ശാന്തി മുഹൂർത്തം എന്ന് വെച്ചാൽ കുഞ്ഞിന് വേണ്ടി ബന്ധപ്പെടുന്ന സമയമാണ്. ഇതിനാണ് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത്. ഈ കാലാവസ്ഥ എങ്ങനെ ഇരിക്കണം, പ്രായം എങ്ങനെ ഇരിക്കണം, പിന്നീട് എപ്പോഴായിരിക്കണം, എന്തെല്ലാമാണ് കഴിച്ചിരിക്കുന്നത്, ശരീരത്തിൻ്റെ അവസ്ഥ, ഇതിൻ്റെ എല്ലാ ഗ്രഹങ്ങളുടെ അവസ്ഥ എല്ലാം കൂടെ നിശ്ചയിച്ചിട്ട് ആണ് ശാന്തി മുഹൂർത്തം കുറിച്ച് മേടിക്കുന്നത്. ഈ കുറിച്ച് മേടിച്ച സമയത്ത് പ്രജയ്ക്ക് വേണ്ടി, പുത്രന് വേണ്ടി പ്രാപിക്കുന്നവന് ശ്രേഷ്ഠമായ പുത്രനുണ്ടാവും. തമിഴ്നാടിന് അതിനോട് പറ്റി ബോധമുണ്ട്, നമുക്കൊരു ബോധമില്ല. നമ്മൾ ചുമ്മാ മൃഗങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നല്ലാണ്ട് കണക്കില്ല. ഉണ്ടോ? അമ്പലങ്ങളിൽ നിന്ന് പല പ്രദേശങ്ങളും ബ്രാഹ്മണർ ചെയ്യുന്നവരുണ്ട്. ബ്രാഹ്മണർക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അവരൊന്നും പറഞ്ഞു കൊടുക്കില്ല. അതെ. അവരെല്ലാവരും ഗോപിയായിട്ടിരിക്കും. സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറഞ്ഞു. അമ്പലത്തിൽ വരുമ്പോൾ ശാന്തി കാരൻ കല്യാണം കഴിച്ചിട്ട് വന്നതാണ്. അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഇടപെടുമോ? ഒരു കാര്യത്തിലും ഇടപെടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം, 21 ദിവസം നയമ്പ് നോക്കണം, അല്ലെങ്കിൽ 40 ദിവസം നയമ്പ് നോക്കണം, നിങ്ങൾ ഭഗവാന്റെ അടുത്ത് വന്ന് സ്വല്പം വെണ്ണ ജപിച്ച് മേടിച്ച് കഴിക്കണം. അങ്ങനെയുള്ളൊരു അറിവും നമ്മുടെ അമ്പലങ്ങളിൽ നിന്ന് കിട്ടില്ല. എന്തെങ്കിലും വഴിപാട് കഴിച്ച് അവിടെ കയ്യിൽ നിന്ന് 10 പൈസ മേടിച്ചിട്ട് പോയാലും ഒരു അമ്പലത്തിൽ നിന്ന് കഴിക്കും. അങ്ങനെ ഉണ്ടോ? ഇല്ല. വളരെ അമ്പലം പറഞ്ഞേ. ഞാനൊരു ആശ്രമത്തിനായിരുന്നു ശാന്തിയിൽ എന്ന് പറഞ്ഞു. അവിടെ നേരത്തെ അതിന് മുമ്പായിട്ടൊരു സങ്കല്പമുണ്ട്. ഒരു ശാന്തി മുഹൂർത്തങ്ങളുടെ സമയം തരും. പക്ഷേ ആ ഒരു രീതി പിന്തുടർന്നില്ല. അതിനുശേഷമുള്ള സങ്കല്പമുണ്ട്. വൈകിട്ടുണ്ടായിരിക്കുന്ന സമയത്തുള്ളൊരു കർമ്മമുണ്ട്. അന്ധവിശ്വാസമല്ല. ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്, ബാലചികിത്സകരല്ല. ഞാൻ അതിനകത്തൊരു പോയിന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അതിൻ്റെ പിതാവ് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാവോ? ഇപ്പോഴല്ല, അറിയാവുന്ന ആളെക്കുറിച്ച് പറയാവോ, അല്ലെങ്കിൽ ഒന്ന് വിശദീകരിക്കാവോ? ആശ്രമമായിട്ട് ബന്ധപ്പെടാം. ഒരു അഡ്രസ്, അവിടെ ഒരു ആരെങ്കിലും ഒരു ഫോൺ നമ്പർ എന്താണ്? ഞാൻ പുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം എഴുതണേൽ പിന്നെ ഗർഭിണി ആകണതിന് മുമ്പ് തന്നെ അത് ഞാൻ എഴുതി തീർന്നിട്ടുണ്ട്. ഗർഭിണി ആയ ശേഷം പുരുഷൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, ആ പുരുഷൻ ആത്മബന്ധം, മകനോടുള്ള ആത്മബന്ധം വരാൻ, മകനുമായിട്ടുള്ള ബലിധർമ്മങ്ങൾ ചെയ്യാൻ, ഇതൊക്കെ ഈ ബന്ധം വേണം. ഈ ബന്ധം ഉണ്ടെങ്കിലാണ് നമുക്ക് ചുമ്മാ പട്ടിക്കോ പൂച്ചയ്ക്കോ കന്നാലിക്കോ ഉണ്ടാകുന്ന പുത്രന്മാരെ പോലെ അല്ല. മാനുഷികം, മനുഷ്യൻ്റെതായ ശ്രേഷ്ഠം. മനുഷ്യനെന്ന് വെച്ചാൽ അർത്ഥം മനനം ചെയ്യുന്നവൻ, ബുദ്ധിയുള്ളവൻ, ആ മനന ബന്ധം. അപ്പം ഇവനാ ഗർഭത്തിൽ ഓരോ സമയം വളരുമ്പം ഈ കുഞ്ഞിന് ഒരു സ്ഥായി ഈ പുറത്തുണ്ടെന്നും അതിൻ്റെ പിന്തുടരെയാണ് ഞാനെന്നും അതിനോട് ഭയങ്കര ബന്ധങ്ങൾ വരും. പിതാവിനോട് ഭയങ്കര ബന്ധം വരും, അവരുടെ കുലത്തിനോട് ഭയങ്കര ബന്ധം വരും, അവരുടെ തൊഴിലിനോട് ബന്ധം വരും ഒക്കെ ചെയ്യും. അങ്ങനെ ഭയങ്കര ബന്ധമുണ്ട്. ഭയങ്കര ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരാൾ ചികിത്സിക്കാൻ പോകുമ്പോൾ അയാൾക്ക് തോക്കുണ്ടാക്കലാണ് പണി. നാടൻ തോക്കുണ്ടാക്കലാണ് പണി. അപ്പം ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം അയാൾ എന്താ പണി, ആദ്യത്തെ ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇയാൾക്ക് തോക്കുണ്ടാക്കലാണ് പണി, ഇയാളുടെ അച്ഛന് ഭയങ്കര തോക്കുണ്ടാക്കലായിരുന്നു പണി. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു മാധവൻ ചേട്ടനും ചേട്ടനും, ആ ചേട്ടൻ്റെ വീട്ടിൽ 2 നാടൻ തോക്കുകൾ. ഈ തോക്ക് കൊണ്ട് വെടിവെക്കാനും ഈ തോക്ക് എടുക്കാനും പിടിക്കാനും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ചെറുതായിരിക്കുന്ന പോലെ അവിടെ പോവുകയും അതെടുക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യായിരുന്നു. അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്, എനിക്ക് വലുതാവുമ്പോൾ, എനിക്ക് പണം ഉണ്ടാകുമ്പോൾ എനിക്കൊരു തോക്ക് മേടിക്കണം.
തോക്ക് മേടിക്കണമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഉപാസനക്കാരാ ഇറച്ചി തിന്നില്ല, മീൻ തിന്നില്ല, ഒന്നിനും കൊല്ലരുത്, ഒന്നിനും തിന്നരുത്, ഒന്നിനും ചതിക്കരുത്, ദൈനംദിന നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാ. അച്ഛനും അതേ, അമ്മയില്ല, അച്ഛൻ്റെ പരമ്പരയിലല്ലായിരുന്നു. അപ്പോൾ കൊല്ലാൻ പാടില്ല. പക്ഷേ ഞാൻ ഇറച്ചി മീനും തിന്നണില്ലെങ്കിലും 8ാം ക്ലാസ് വരെ ഞാൻ മാംസമൊക്കെ കഴിക്കായിരുന്നു. ഈ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു സ്വപ്നം ഒരു തോക്ക് മേടിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ചികിത്സകനായിട്ട് പോയി ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തോക്കുകാരനെ കണ്ടത്. അപ്പോൾ എൻ്റെ പഴയ ഓർമ്മ വന്നു, എനിക്കൊരു തോക്ക് പണിത് തരാമോ? പണിത് തരാം, എനിക്ക് നിങ്ങൾക്ക് ഫ്രീ ചികിത്സ എന്ന് വെച്ചാൽ പക്ഷാഘാതം വന്ന് കിടക്കുന്നയാളാ, ചെറിയ കേസല്ല. ആശുപത്രിക്കാരെല്ലാം എടുത്തിട്ട് 2 കൈയും ഒരു കാലും തളർന്നു പോയിട്ട് അയാൾക്ക് ഒരു ചോറ് വാരി തിന്നാൻ പറ്റാത്ത ആളാണ്. ഈ ആളെ ചികിത്സിച്ച് ഭേദമാക്കി തോക്ക് പണിയാറാക്കണം, എന്നിട്ട് വേണം ആ തോക്ക് മേടിക്കാൻ. അത് ഞങ്ങൾ കരാർ ചെയ്തു. ഭാര്യയും 2 മക്കൾ എറണാകുളത്ത് ജോലിയാണ്. ഈ പുള്ളിയായിട്ട് കരാർ ചെയ്ത് ഞാൻ വളരെ പാടുപെട്ട് വളരെ ഔഷധങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി വളരെ ശ്രദ്ധിച്ച് 14 ദിവസം അവിടെ ചെന്ന് തിരുമ്മി കിഴികുത്തി 90 ദിവസം ഔഷധങ്ങൾ സേവ നടത്തി ആ ആൾ ക്ലിയറായി. 7 മാസം കൊണ്ട് അയാൾ തോക്ക് പണിയാറായി. 7 മാസം കൊണ്ട് തോക്ക് പണിയാറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇയാളെനിക്ക് തോക്ക് പണിയില്ല. ഇയാളെനിക്ക് തോക്ക് പണിത് തരാതെ വന്നു. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ചെന്നു, അയാൾ തോക്ക് താൻ ഞാൻ വെടിവെച്ചില്ല, എനിക്ക് ഉന്നം അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഉന്നമുണ്ട്, ഞാൻ വെടിവെച്ചിട്ടുണ്ട്. എടോ താൻ ഉപാസകനെ തനിക്ക് തന്നെ തോക്കുന്നില്ല. എന്നാൽ പറഞ്ഞു എനിക്ക്. അപ്പോൾ അയാൾ കാര്യം പറഞ്ഞു പൈസ കൊടുക്കാനായിട്ട് അയാൾ ഇത്രയും ദിവസം വന്നാൽ ആ പൈസ എന്നാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട, എനിക്ക് തോക്ക് തന്നെ വേണം. എന്നായി തോക്ക് തന്നെ വേണമെന്നായി കഴിഞ്ഞപ്പോൾ ഇയാൾ തോക്ക് നന്നാക്കാൻ കൊണ്ട് ഒത്തിരി മേടിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ട്. ആ തോക്കുകളെല്ലാം നന്നാക്കിയുള്ളവരാണ് എനിക്ക് തോക്ക് മേടിച്ചത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എന്നാൽ പൈസ ഒന്നും വേണ്ട പോകുന്നു. കുറച്ചാൾ കഴിക്കുമ്പോഴത്തേക്ക് ഇയാൾക്ക് തോക്കുകാരെല്ലാവരും മദ്യം കൊണ്ട് കൊടുക്കുകയും ഇറച്ചി കൊണ്ട് കൊടുക്കുകയും അയാൾ പഴയ അവസ്ഥയിലേക്ക് ആയി. വീണ്ടും കൊളസ്ട്രോൾ വന്ന് വീണ്ടും സ്റ്റോക്ക് കൊടുക്കും. വീണ്ടും തോക്ക് വന്ന് തൊടുപുഴ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടിയൊക്കെ എന്നെ വിളിച്ചു. ഞാൻ വരില്ല, ഞാൻ എൻ്റെ മനോശാപം കൊണ്ടാണ് തനിക്കിപ്പോൾ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ വരില്ലായിരുന്നു. അവർ കരഞ്ഞു പിടിച്ച് തള്ളമൊക്കെ വന്ന് കരഞ്ഞു. നിങ്ങൾ എന്ത് കരഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ വരുമില്ല, ചികിത്സിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ആ ആശുപത്രി കിടന്ന് നിൽക്കും. സ്വീകരണ ആശുപത്രി മനുഷ്യമായിട്ട് കർമ്മമെല്ലാം കഴിഞ്ഞ ഒരു ദിവസം വരുമ്പോൾ ആമ്പിള്ളേരുള്ളപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തോക്ക് തന്നില്ലെങ്കിൽ ഈ 2 പിള്ളേർക്ക് അസുഖം വരും. എനിക്ക് തോക്ക് തന്നില്ലെങ്കിൽ ഈ 2 പിള്ളേർക്ക് 2 ആമ്പിള്ളേരാണ് ഉള്ളത്. ഇവർക്ക് ബ്രെയിൻ സ്ട്രോക്കും വരും, അസുഖം വരും, ആകെ പ്രശ്നമാകും. അപ്പോൾ ഇവർക്ക് നന്നായിട്ട് കൊണ്ടുപോകും. ഒരു തോക്ക് പോലും ഉണ്ടാക്കാത്ത ആ പയ്യൻ എനിക്ക് സൂപ്പർ തോക്കുണ്ടാകും. ഈ പലപ്പോഴും ഞാൻ ഈ സമയം എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീനുകളിൽ ഓരോ പിതാവിൽ നിന്നും ഓരോ മാതാവിൽ നിന്നും ജീനുകളിലേക്ക് പകരുന്ന വിദ്യയുടെ ഒരു തെളിവാണ്. അയാൾ ഒരു പ്രാവശ്യം എഞ്ചിനീയറിംഗിന് പഠിച്ച പയ്യനാണ്, എറണാകുളത്ത് ജോലിയുള്ള പയ്യൻ. അപ്പനുണ്ടാക്കുന്നതിനേക്കാൾ സൂപ്പർ തോക്ക് ഉണ്ടാക്കി. അപ്പോൾ എവിടെ നിന്നാണ് കഴിവെല്ലാം കിട്ടി? അപ്പം പിതാവിൻ്റെ ഒരിക്കൽ പോലും തോക്കുണ്ടാക്കിയിട്ടില്ലെന്ന്. ഇവൻ SLC കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി, അത് കഴിഞ്ഞിട്ട് കോഴ്സിൽ പോയി, എറണാകുളത്ത് ജോലിക്ക് പോയത്. അപ്പൻ്റെ അപ്പനാണ് തോക്കുണ്ടാക്കുന്ന പണിയുള്ളൂ. അപ്പോൾ അവൻ്റെ ജീനുകളിൽ അത് മുഴുവനുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് തോക്കുണ്ടാക്കാൻ അറിയാമോ? ഞാൻ ഒരു പൊട്ട് തുറന്ന പൊട്ട് തൊടും, അതിനകത്ത് സൈക്കിളിൻ്റെ ചെറിയ ബോൾസ് ഇട്ട് വെടി വെച്ചാൽ കുഴപ്പം. അല്ലാണ്ട് ഞാൻ ചുമ്മാ തോക്കുണ്ടാക്കി തന്നെ എനിക്ക് വേണ്ടത് ഉണ്ടാക്കി തന്നു. അതിലും ശരി എല്ലാ തോതുകളും തോക്ക് തോളത്ത് വെച്ച് കഴിഞ്ഞാൽ കനം തോന്നരുത്. തോളത്താണ് തോക്ക് വയ്ക്കുന്നത്, അത് കയ്യൊന്നും പിടിക്കണ്ട. ആ തോളത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തോളിൻ്റെ അങ്ങോട്ടുള്ള ദൂരവും ഇങ്ങോട്ടുള്ള ദൂരം കൊണ്ട് നടുക്ക് ഭാരം തോന്നില്ല. നമ്മൾ ത്രാസ് തൂക്കില്ല, ത്രാസ് തൂക്കുപോലെ തോക്കുന്നു. തോക്കിനെ ചമക്കണ്ട, തോക്കിന് ആ അനുഭാഗത്തിന് എല്ലാം കണക്ക് ശരിയായിരിക്കണം. എന്നാലാണ് പോയിരിക്കുന്ന കൊടുക്കുള്ളൂ. കണ്ട കൈ തുടച്ചിട്ട് അത് കൊടുക്കും. അങ്ങനെ ഒരു തോന്നുന്നു. അപ്പോൾ ആ കഴിവുകളുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ പൈലറ്റാക്കണോ, വക്കീലാക്കണോ, ജഡ്ജിയാക്കണോ,
എഞ്ചിനീയറിംഗ് ആക്കണം, എല്ലാത്തിനുമുള്ള മാർഗം ബാലകത്തിനകത്ത് ബാലചികിത്സയ്ക്കകത്ത് വിശദീകരിക്കുന്നു. കണ്ണിന് പവറുള്ളതും വേണം, മസിൽസിന് പവറുള്ളതും വേണം, ബുദ്ധിക്ക് പവറുള്ളതും വേണം. അതിനുള്ള ഔഷധങ്ങളും അതിനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള അനുഷ്ഠാനങ്ങളും അതിനുള്ള പ്രാർത്ഥനയും ബാലചികിത്സയ്ക്കകത്ത് വേണം. അത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ലേ, നമ്മുടെ സമൂഹത്തിന് ഗുണകരമല്ലേ, നമ്മുടെ ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തിന് ഗുണകരമല്ലേ. അത് പഠിക്കണ്ടേ, അത് അറിയണ്ടേ, ഇതിന് പോയാൽ കൊള്ളാം. അതാണ് ഞാൻ ഈ മൂവാറ്റുപുഴയിൽ നിന്ന് ഒരുപാടുമായിട്ട് ഇവിടെ വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാമെന്ന്. അതിന് മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ പായസത്തേക്ക് നിന്ന് അപ്പോൾ ഈ സുഹൃത്തിൻ്റെ പേരനെ മനു മനു ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് വിവരങ്ങൾ കേട്ടേ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് എടുക്കാം. ഇപ്പം നമ്മൾ പായസത്തിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കിയേ? ഉണ്ടോ? ഉണ്ടാക്കേണ്ട രീതികളൊക്കെ പഠിച്ചോ?